ഒരു മൂമിനായ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞുപോയാൽ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യനെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ ഇഹ്തവശതുഹു അഅമാലുഹു സ്വാലിഹാ, അവന്റെ ചുറ്റും പൊതിഞ്ഞു നിൽക്കും അവന്റെ സൽക്കർമ്മങ്ങൾ. ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. ഫതജീഉ മലായികത്തുൽ അദാബ്, ശിക്ഷിക്കാനുള്ള മലക്കുകൾ അവന്റെ കാൽഭാഗത്തിലൂടെ വരും. ഫതഖൂലു സ്വലാ, കർമ്മങ്ങളിൽപ്പെട്ട നിസ്കാരം പറയും. ഇലൈക്കും മൻഹു, ശിക്ഷിക്കാൻ സമ്മതിക്കൂല, മാറി നിൽക്കണം. അപ്പൊ പിന്നെ അവർ ഫയതൂന മിൻ ഖിബലി റസിഹി, തലഭാഗത്തിലൂടെ ശിക്ഷിക്കാൻ വരും. ഫയഖൂലു സിയാം, നോമ്പ് പറയും. ലാ സബീല ലക്കും അലൈഹി, ഇയാളെ ശിക്ഷിക്കാൻ നിങ്ങൾക്കൊരു പഴുതും ഇല്ല. അതാല ലമഹു ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാക്ക് വേണ്ടി ദാഹം സഹിച്ച മനുഷ്യനാണ്. ഫീ ദാരിദ് ദുനിയാ, ഭൗതിക ലോകത്ത് വെച്ച് 13 മണിക്കൂർ 12 മണിക്കൂറും ചില്ലറയുമൊക്കെ, ചിലപ്പോ 13 മണിക്കൂറും ചില്ലറയും നോമ്പ് കാലത്ത് അള്ളാഹ്ക്ക് വേണ്ടി ദാഹം സഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തലഭാഗത്തുനിന്ന് ശിക്ഷിക്കാൻ അയക്കൂല. പിന്നെ അവർ ചെല്ലുന്നു ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ. അപ്പൊ ഏതാ ഹജ്ജ് പറയുന്നു, സക്കാത്ത് പറയുന്നു. പറ്റില്ല, നിങ്ങൾ മാറി നിൽക്കണം. അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്ത മനുഷ്യനാണ്. 2 കൈഭാഗത്തിലൂടെ വന്ന് കൈ പിടിച്ച് ശിക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് ഫതഖൂലു സ്വദഖാ, കൈ കൊണ്ടല്ലേ സ്വദഖ കൊടുക്കുന്നത്. സ്വദഖ പറയും കുഫൂൻ സ്വാഹിബി, എന്റെ കൂട്ടുകാരിൽ നിന്ന് മാറി നിൽക്കൂ. ഫകം മിൻ സ്വദഖത്തിൻ ഖറജത് മിൻ ഹാതൈനിൽ യദൈൻ, ഈ 2 കൈകളിൽ നിന്ന് എത്ര ദാനധർമ്മം വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച് രഹസ്യമായും പരസ്യമായും ഒരുപാട് ദാനധർമ്മങ്ങൾ വന്നിട്ടുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്ന അമലുകൾ ശിക്ഷിക്കാൻ ഒരു പഴുതും കൊടുക്കാതെ നിൽക്കുന്ന സമയത്ത് ഫയുഖാലു ലഹു, അക്കടക്കുന്ന മനുഷ്യനോടൊരു വാക്ക് പറയപ്പെടും. നംഹനീആ, സന്തോഷവാനായി വിശ്രമിച്ചോ. തിബ്ത ഹയ്യൻ വതിബ്ത മൈതാ, ജീവിതകാലത്തും നീ വിശുദ്ധനായി, മരണത്തിന്റെ ശേഷവും നിനക്ക് സന്തോഷമാണ്. 2 സമയത്തും സന്തോഷം. ജീവിതകാലത്തും നിനക്ക് വിശുദ്ധി, അമലുകളുടെ വിശുദ്ധിയാണ്. ഖബറിലെത്തിയിട്ടും നിനക്ക് സന്തോഷം, നിനക്ക് അദാബില്ല. ആ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം തങ്ങൾ പറഞ്ഞു, നല്ല ഇഖ്ലാസോടെ അമല് ചെയ്തവർക്ക് കിട്ടുന്ന കാര്യമാണിത്. ഹാദാ ലിമൻ അഖ്ലസ ഫീ അമലിഹി വസദ്ദഖല്ലാഹ ഫീ ഖൗലിഹി വഫീലിഹി വഅഹ്സന നിയ്യതഹു ലഹു ഫീ സിർരിഹി വജഹരിഹി. നല്ല ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടെ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ അധ്യാപനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണിത്. അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അതേ സമയത്ത് സഹോദരങ്ങളെ, ഇവിടെ വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ആളുകൾ അവർ രക്ഷപ്പെടൂല. സ്വഹാബത്തിനെ ചീത്ത പറയുന്ന വിഭാഗമല്ലേ ലോകത്ത്? എത്ര ആൾക്കാരുണ്ട് ലോകത്ത്? അതിൽ ഏറ്റവും വർദ്ധിച്ച വിഭാഗമാണ് ഷിയ വിഭാഗം. സ്വഹാബത്തിനെ ചീത്ത പറയുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ്. 35-ലധികം വിഭാഗമുണ്ട്. അവർക്ക് ചില സ്വഹാബിമാരെ കണ്ടൂടാ, വേറെയുണ്ട്. മൊത്തത്തിൽ സ്വഹാബത്തിനെ തള്ളിയവരാണ് വിദേഹത്തുകാർ, വേറെ വിഷയം. സ്വഹാബത്ത് അല്ലാഹുവിന്റെ ദീനിൽ തെളിവല്ല എന്ന് എഴുതി വെച്ചവരാണ്. സ്വഹാബത്തിനെ പഴിച്ച ആളുകൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കാൻ പോകുന്നത് ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അബൂ ഇസ്ഹാഖ് എന്നവർ പറയുന്നു, ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാണ് അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന മഹാൻ. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. മുഖത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പതുക്കെ അങ്ങ് തുണി നീക്കിയപ്പോ ഫൈദാ അന ബിഹയ്യത്തിൻ ഖത്ത തവഖത അലാ ഹൽഖിഹി, അയാളെ തൊണ്ട ഭാഗത്ത് ഒരു പാമ്പ് ഇങ്ങനെ വട്ടം വെച്ച് വലയം വെച്ച് നിൽക്കുന്നുണ്ട്. ഒരു പാമ്പ് ഇങ്ങനെ മാല പോലെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. പേടിച്ചുകൊണ്ട് ഞാൻ പിറകോട്ട് മാറിയപ്പോ അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങൾ പറയാണ്, ജനങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നഹു കാന യസുബ്ബു സ്വഹാബ, പാമ്പ് വന്ന് കഴുത്തിൽ ചുറ്റിയ മനുഷ്യനില്ലേ, മരിച്ചിട്ടേ ഉള്ളൂ, മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ല, അയാൾ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദാബ് കണ്ടത്. ചിലര് കണ്ടില്ലേ നിങ്ങള്, ഖബർ കുഴിച്ചു നോക്കുമ്പോ ഖബറിലാണ് ശിക്ഷ കണ്ടത്. ഖബറിലാണ് ശിക്ഷ കണ്ട് നേർക്ക് നേരെ വെളിവായ ശിക്ഷ. എത്ര ഖബർ മാന്തി കുഴിച്ചിട്ടും മാറ്റമില്ലാത്ത രൂപത്തിൽ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഇബ്നു മഹ്മൂദുൽ മഅവലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളെ സമീപത്ത് ഞാനിങ്ങനെ ഇൽമു സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു ടീം മഹാനവറുകളുടെ സമീപത്ത് വന്നു.
അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് പോയി മടങ്ങി വരികയാണ്. ഞങ്ങളെ കൂടെ ഹജ്ജിന് വന്നൊരാളുണ്ടായിരുന്നു. പക്ഷേ വഴിവക്കിൽ വെച്ച് അയാൾ മരണപ്പെട്ടു. അയാൾക്ക് വേണ്ടി ഞങ്ങൾ കുളിപ്പിച്ചു, അയാളെ കഫൻ ചെയ്തു. ഖബർ കുഴിച്ചു നോക്കുമ്പോ ഏത് ഖബർ ഞങ്ങൾ കുഴിച്ചാലും എല്ലാ ഖബറുകളിലും ഞങ്ങൾ സിംഹങ്ങളെ കാണുന്നു. ഞങ്ങളൊരു കുഴി കുഴിച്ചു, അതിൽ സിംഹം. അത് മൂടിയിട്ട് അടുത്തൊന്ന് കുഴിച്ചു, അതിലും സിംഹം. വേറൊന്ന് കുഴിച്ചു, അതിലും സിംഹം. എങ്ങനെ മാറി മാറി കുഴിച്ചു. ഒരു സ്ഥലവും വേറെ കാണുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെടുത്തേക്ക് വന്നതാണ്. സിംഹങ്ങളൊക്കെ അങ്ങനെ തിങ്ങിക്കൂടി കാണുന്ന ആ ഖബറിൽ ഇയാളെ മറവ് ചെയ്തിട്ട് മണ്ണ് മൂടണോ, അല്ല ഇയാളെ പുറത്തിങ്ങനെ വെക്കണോ, എന്താ ചെയ്യേണ്ടിന്ന് അറിയുന്നില്ല. കുറേ ഖബർ ഞങ്ങൾ കുഴിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ എത്ര ഖബർ കുഴിച്ചു? ഒരുപാട് ഖബർ കുഴിച്ചു. മഹാനവർകൾ പറഞ്ഞൊരു കാര്യം പറയട്ടെ, ലൗ ഹഫർതുമുൽ അർള കുല്ലഹാ, ഭൂമിയിൽ എവിടെ നിങ്ങൾ മുഴുവൻ സ്ഥലങ്ങളിൽ കുഴിച്ചാലും ലവജത്തുമൂഹു ഫിഹാ, അവിടൊക്കെ ഈ സിംഹങ്ങളെ കാണാൻ പറ്റും. തൽക്കാലം ഒരു പണിയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഖബറിൽ സിംഹങ്ങളോടൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് അവരൊരു ഭാഗത്തേക്ക് മാറ്റി പതുക്കാ മയ്യത്തിന് വെച്ച് മൂടുകല്ല് വെച്ച് മൂടുക, വേറെ മാർഗമൊന്നുമില്ല. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ദാക്കൽ ഗുൽ അല്ലദീ യഗില്ലു ബിഹി, നല്ലോണം കരുതണം. ദാക്കൽ ഗുല്ലു അല്ലദീ യഗില്ലു ബിഹി, ജീവിതത്തിൽ നടത്തിയൊരു മഹാചതിയാണത്. എന്ത് ചതി? പൊതു സ്വത്ത് അപഹരിച്ചത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ ശിക്ഷയാണ് കിട്ടിയത്. ചെറിയ ശിക്ഷ എന്നല്ല, വലിയ ശിക്ഷയാണ്. ജനങ്ങൾക്കിടയിൽ നടത്തിയിരുന്ന ഒരു പൊതുവായിട്ട് നടത്തിയിരുന്ന കച്ചവടക്കാരനാണ് ഇദ്ദേഹം. എന്നിട്ട് ആ ഹാജിമാര് പറഞ്ഞു, ഞങ്ങൾ നാട്ടിലെത്തിയപ്പോ ഭാര്യനോട് ചോദിച്ചു, ഭർത്താവ് എന്ത് പണിയാ ചെയ്തിരുന്നത്? ഭാര്യ പറഞ്ഞു, കാനേ ബിഉത്ആം, ഭക്ഷണം വിൽപ്പന നടത്തിയിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഭക്ഷണം അദ്ദേഹം, കുടുംബത്തിന് വേണ്ടിയുള്ള ഭക്ഷണം അദ്ദേഹം എടുക്കും. എന്നിട്ടോ സഹോദരങ്ങളെ, പിന്നെ പഴകിയ ഭക്ഷണങ്ങൾ പലതും ചേർത്ത്, പലതും വീണ്ടും ചേർത്ത്, പഴകിയതൊക്കെ ചേർത്ത് പുതിയ മോഡലാക്കി വീണ്ടും ജനങ്ങൾക്ക് വിൽപ്പന നടത്തും. ആളുകൾക്ക് നടത്തിയ ഒരു ചതി, ഒരു പറ്റിക്കൽ വളരെ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അല്ലാഹു തആല നമുക്ക് എത്ര ഹലാലാ രൂപത്തിൽ സ്വത്ത് തരാൻ അല്ലാഹ് ഖലാക്കിയിട്ടുണ്ടോ അതൊക്കെ തരും. തരൂലേ? ഉറുപ്പ്യ കുറക്കോ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, തരാൻ അല്ലാഹ് കണക്കാക്കിയതൊക്കെ തരും. ആരും ബേജാറാകണ്ട. തരാൻ കണക്കാക്കിയിട്ടില്ലേ ആരെക്കൊണ്ടും തരാൻ കഴിയുകയില്ല. വലാ മുഅ്തി ലിമാ മനഅത, പിന്നെന്തിനാ ബേജാറാകേണ്ട ആവശ്യം? അല്ലാഹു തരാൻ കണക്കാക്കിയണോ? തരും. കണക്കാക്കിയിട്ടില്ലേ കിട്ടൂല, പിന്നെന്തിനാ ബേജാറാകേണ്ട ആവശ്യം? പിന്നെ വേറെ വഴിക്ക് ചിന്തിക്കേണ്ട ആവശ്യം എന്താ? അല്ലാഹ് കണക്കാക്കിയേ കിട്ടും, ഒന്നും തടയില്ല. ഒരു പിടി ഭക്ഷണം അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട്, ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് അതോടെ തന്നിട്ടേ അല്ലാഹ് കൊണ്ടുപോകുള്ളൂ, തരാതെ കൊണ്ടുപോകൂല. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ മനസ്സിലാക്കണം, ഒരു ചതി കൊണ്ടാണ്, പൊതുസമൂഹത്തിൽ നടത്തിയൊരു മഹാചതി കൊണ്ട് ഖബറിൽ അദാബാണ് കുടിച്ച ആളുകൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തത്. ഒന്നും രണ്ടും അല്ല, ധാരാളം സന്ദർഭങ്ങൾ ഇങ്ങനെയുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഹാബിമാര്, താബിയുകൾ വിശദീകരിച്ച ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഓതുക, ഖബർ ജീവിതത്തിൽ വലിയ സലാമത്ത് കിട്ടാൻ കാരണമാകുന്ന എല്ലാ സുഹൃതങ്ങളും ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ സ്വർഗത്തിൽ ഒരാൾ ഖുർആൻ ഓതുന്നത് കേട്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ സ്വർഗത്തിന്റെ ഉള്ളിൽ വെച്ച് ഒരാൾ ഖുർആൻ അങ്ങനെ നല്ല ഭംഗിയിൽ ഓതുന്നുണ്ട്. എത്ര സന്തോഷത്തിലാ ഓതുന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വർഗത്തിൽ ഖുർആൻ ഓതുന്ന ഒരാളെ സൗണ്ട് ഞാൻ കേട്ടു. അയാൾ മരിച്ചിട്ടില്ല, സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ആളാ. ഞാൻ ചോദിച്ചു, മൻഹാദാ, ആരാണ് ഈ ഖുർആൻ ഓതുന്നത്? ഉടനെ മറുപടി കിട്ടി, ഹാരിസത്തു ബിനു നുഅ്മാൻ. സ്വർഗത്തിലെ ആളുകൾ കൊടുക്കുന്ന മറുപടിയാണ്, ഹാരിസത്തു ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദാലിക്കൽ ബർറു, കദാലിക്കൽ ബർറു, കദാലിക്കൽ ബർറു. നന്മ ചെയ്ത് ജീവിച്ച മനുഷ്യന്മാർ അങ്ങനെയാണ്. സ്വർഗത്തിലെത്തിയിട്ടും അവർ സന്തോഷത്തോടെ ഖുർആൻ ഓതും, ഖബറിലെത്തിയിട്ടും അവർ ഖുർആൻ ഓതും. അവർക്ക് അവിടൊക്കെ സന്തോഷമാണ്. വകാന അബറന്നാസി ബി ഉമ്മിഹി. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരുന്ന മകനായിരുന്നു.
സന്തോഷങ്ങൾ, സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. തിരിച്ചറിവിന്റെ നേരം വരും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും എല്ലാ ആളുകൾക്കും തിരിച്ചറിയും, ഞാനിപ്പോൾ നല്ല രൂപത്തിലാണോ അല്ല ഏത് രൂപത്തിലാ പോകുന്നത്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മനസ്സിലാകും, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മനസ്സിലാകും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഓരോരുത്തരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഓരോരുത്തരുടെ കൂടെയും രണ്ടാളുകൾ ഉണ്ടാവും, രണ്ട് മലക്കുകൾ. മഅഹാ സായിഖുൻ വശഹീദ്. ഒരാൾക്ക് അല്ലാഹു പറഞ്ഞ പേര് സായിഖ് എന്നാണ്. സായിഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെളിക്കുന്ന ആള്, നടക്കാൻ വേണ്ടി മുന്നോട്ട് ഇങ്ങനെ നയിക്കുന്ന ആള്. നമ്മൾ ഈ ഡ്രൈവർമാർക്ക് സവ്വാക്ക് എന്ന് പറയാറുണ്ട് സാധാരണ അറബിയിൽ. അയാളാണല്ലോ വണ്ടിയുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നയിക്കുന്ന ആള്. സായിഖുൻ, മുന്നോട്ട് ഇങ്ങനെ നടത്തുന്നൊരു മലക്ക്. മറ്റൊരു മലക്ക് വശഹീദ്, അനുകൂലമായിട്ടാണെങ്കിൽ അനുകൂല സാക്ഷി പറയും, പ്രതികൂലമായിട്ടാണെങ്കിൽ പ്രതികൂല സാക്ഷി പറയും. സാക്ഷിയായ മലക്ക് കൂടെ ഉണ്ട്. ആ മലക്ക് പറയും, നീ വലിയ ഭാഗ്യവാനാണ്, എത്ര മജ്‌ലിസിലാ നീ പങ്കെടുത്തത്, എത്ര ജമാഅത്തിലാ നീ സംബന്ധിച്ചത്, എത്ര സാധുക്കളെയാ സംരക്ഷിച്ചത്, എത്ര പ്രവർത്തനങ്ങളാ നടത്തിയത്, എത്ര ദീനീ ഖിദ്മകളിലാ നീ സഹകരിച്ചത്, മേൽനോട്ടം നൽകിയത്. ഓരോ ഖൈറുകളും എണ്ണിപ്പറയും. നിന്റെ കൂടെ എത്ര ജമാഅത്തിലാ ഞാനൊക്കെ പങ്കെടുത്തത്, എത്ര ജുമയിലാ പങ്കെടുത്തത്, ഒരു ജുമ നഷ്ടമായപ്പോൾ നിന്റെ വിഷമത്രയായിരുന്നു, ഇതൊക്കെ എണ്ണിപ്പറയും. അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണെങ്കിൽ ആ പ്രതികൂലാവസ്ഥകളൊക്കെ പറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അനുകൂലമായിട്ടാണെങ്കിൽ ഈ നടക്കുന്ന നടത്തത്തിൽ സന്തോഷമാണ്. നമ്മളെ കൂടെ ഒരാൾ ഈ ബീച്ചിൽ നടക്കാനുണ്ട്, അയാൾ ഒരുപാട് നന്മ നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുന്ന ആളാണെങ്കിൽ അയാളെ കൈ വിടാതെ നമ്മളങ്ങനെ കൊണ്ടുപോകും. കാരണം കേൾക്കാൻ നല്ല സന്തോഷമാണത്. നല്ല വർത്തമാനങ്ങളാണ്, ഇൽമാണ് അയാളിൽ നിന്ന് കിട്ടുന്നത്. ഓരോന്നോരോന്ന് പഴയ കാലത്തെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ മസാലകൾ അല്ലെങ്കിൽ കിട്ടാത്ത അറിവുകൾ കിട്ടുന്നെങ്കിൽ അയാളെ കൈ നമ്മൾ വിടൂല, എത്ര നേരം വന്നാലും പിടിച്ചുണ്ടോ. അതേ സമയത്ത് കേൾക്കാൻ ഒരു നിലക്കും സുഖകരമല്ലാത്ത സംസാരങ്ങളാണെങ്കിൽ എന്നാ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും, പിന്നെ കാണാം, കഴിഞ്ഞു, അത് കഴിഞ്ഞില്ലേ. പക്ഷെ ഈ മലക്കിനങ്ങനെ വിടാൻ പറ്റൂല, മലക്ക് നമ്മളെ വിടൂല. അനുകൂലമായി പറയുന്ന മലക്കാണെങ്കിൽ ആ നടക്കുന്ന നടത്തൊക്കെ സന്തോഷാണ്. മഹ്ശറിലേക്ക് പോകുന്ന കോഴിക്കോട്ടങ്ങാടി എന്നാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണമോ, വാഹനത്തിലാകട്ടെ അല്ലാതെയാകട്ടെ, രണ്ടാള് കൂടെയുണ്ട്. മഅഹാ സായിഖും വശഹീദ്. അനുകൂലമായിട്ട് നിന്റെ 50 വർഷത്തെ ജീവിതത്തിലെ നിന്റെ പ്രായപൂർത്തിക്ക് ശേഷം കൂട്ടിക്കോ, അല്ലെങ്കിൽ 40 വർഷം അല്ലെങ്കിൽ 60 വർഷം, ആ ജീവിതത്തിലെ നല്ല കഥകൾ, നല്ല അനുകൂല വർത്തമാനങ്ങൾ ഓരോന്നും എണ്ണി പറയുകയാണെങ്കിൽ മനസ്സിന്റെ സന്തോഷം എത്രയാണ്. പോയി നിൽക്കാനെത്തുന്ന പോയിന്റ് വരെ സന്തോഷമാണ്. അതേ സമയത്ത് പ്രതികൂലാവസ്ഥ പറയുകയാണെങ്കിൽ സങ്കടമാണ്, തീർത്താൽ തീരാത്ത സങ്കടമാണ്. പിന്നെ കരഞ്ഞിട്ടൊരു ശഫാഅത്തും ഒരു കാര്യവും കിട്ടാനില്ല. ആ മലക്ക് പ്രതികൂലമായിട്ടാ നമ്മളോട് പറയുന്നെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമമാണ്. സഹോദരങ്ങളെ, ഖബറിൽ പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. തിരിച്ചറിവ് അല്ലാഹു നൽകുന്നുണ്ട്. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് ഖബറിലേക്ക് രണ്ടാലൊരു രൂപം വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാലൊരു രൂപം വരും. ഒരു രൂപം കാണാൻ നല്ല സൗന്ദര്യമുള്ള, നല്ല സുഗന്ധം അടിച്ചു വീശുന്ന, കണ്ടാലും കണ്ണ് മാറ്റാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമുള്ള രൂപം. സംസാരിച്ചാലോ സംസാരം നിർത്താൻ തോന്നൂല. ചോദിക്കും മനുഷ്യൻ, നീ ആരാണ്? മൻ അൻതല്ലദീ മന്നല്ലാഹു അലയ്യ ബിക ഫവജ്ഹുകൽ വജീഹു യജീഉ ബിൽ ഖൈർ. നീ ആരാണ്? നിന്റെ മുഖം കണ്ടിട്ട് ഒരുപാട് നന്മകളുണ്ടല്ലോ, ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരാന്ന മുഖമാണല്ലോ, നീ ആരാണ്? ഉടനെ പറയുന്ന വർത്തമാനം അനഅമലുക സ്വാലിഹൂ. ജീവിതത്തിൽ വിടാതെ ചെയ്ത സുഹൃതങ്ങളില്ലേ, സമയത്ത് ഓരോന്നോരോന്ന് എണ്ണി നീ ചെയ്തില്ലേ, പതിവായി ചെയ്യുന്നൊരു സുഹൃതങ്ങളും നീ വിട്ടിട്ടില്ലല്ലോ. അന്ന് നിന്റെ കൂടെ ഒരുപാട് സഹായികളുണ്ട്, നന്മക്ക് നിനക്ക് സഹായിക്കാൻ സഹപ്രവർത്തകരുണ്ട്, മേൽനോട്ടം വഹിക്കാൻ ഉസ്താദുമാരുണ്ട്, സാദാത്തുക്കളുണ്ട്, നിന്റെ കൂടെ ഒരുപാട് അനുയായികളുണ്ട്, നിനക്ക് നന്മക്ക് ശക്തി പകരാൻ നിന്റെ മക്കളുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ആ നിലക്കൊരു സന്തോഷം അന്നുണ്ടായിരുന്നു. ഇന്ന് നീ തനിച്ചല്ലേ, നീ ഒറ്റക്കാകാൻ പാടില്ല. നിനക്ക് ടൈം പാസിന് വേണ്ടി അള്ളാഹു എന്നെ വിട്ടതാണ്. അതുകൊണ്ട് നല്ല ഉറച്ചു നിന്നോളണം. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരും. അവർ ചോദ്യങ്ങൾ ചോദിക്കും, വയ്യേ അതിന്റെ പിന്നാലെ ഞാൻ വരും. സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരിക്കാം. ദുനിയാവെന്ന് തന്നെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തായി നോക്കാൻ വേണ്ടിയിട്ട് നിമ്രൂദ് ഇങ്ങനെ മലയുടെ കുറേ ഉയരമുള്ള മലയുടെ മുകളിൽ പോയി ഇങ്ങനെ താഴോട്ട് നോക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ ആ തീയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇബ്രാഹിം നബിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വിളിച്ചു, ഇബ്രാഹിം എന്ന് വിളിച്ചു. എന്താന്ന് ചോദിച്ചു. എങ്ങനെയുണ്ടെന്ന് വെച്ചു. നല്ല സന്തോഷത്തിലാന്ന് പറഞ്ഞു. നല്ല സന്തോഷത്തിലാണ്. അപ്പൊ നിമ്രൂദ് ചോദിച്ചു, നിന്റെ അപ്പുറത്താരാ ഇരിക്കുന്ന ഒരാളെ കാണുന്നുണ്ടല്ലോ, ഒരു രൂപം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, നീ അത് കാണുന്നുണ്ടോ? ദാലിക മലക്കുല്ലില്ലി, അത് തണൽ കൊണ്ട് അള്ളാഹു ഏൽപ്പിച്ച മലക്കാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ട് അള്ളാഹു തന്നതല്ല, ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ, എന്റെ ടൈം പാസിന് വേണ്ടി തന്നതാണ്, നേരം പോക്കിന് വേണ്ടി. എത്ര ദിവസമാണ് സന്തോഷത്തോടെ കഴിഞ്ഞത്? 50 ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ ഇത്ര നല്ല സുഖം കിട്ടിയ ദിനങ്ങൾ വേറല്ല. ദുനിയാവിൽ ഏറ്റവും നല്ല സുഖം കിട്ടിയ ദിവസം 50 ദിവസമാണ്. എനിക്കൊരു കുട്ടി ഉണ്ടായി 86-ാമത്തെ വയസ്സിൽ. അപ്പോഴൊന്നല്ല, എനിക്ക് സുഖം കിട്ടിയ ഏറ്റവും നല്ല സുഖം കിട്ടിയ 50 ദിവസമാണ്. കാരണം എന്താ? സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ പാനീയം, മലക്കിന്റെ നേരം പോക്കിന്റെ വർത്തമാനങ്ങൾ. ഇതൊരു സുഖാണത്. ദാലിക മലക്കുല്ലില്ലി, നീ ആ രൂപം കണ്ടുവല്ലേ, അത് തണൽ അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കാൻ. നേരം പോക്കിന് വേണ്ടി കൂടെ വന്നിരുന്നതാണ്. അള്ളാഹു നമുക്ക് സ്വാലിഹായ കർമ്മത്തെ കൂട്ടുകാരനാക്കി തരട്ടെ. അതിന് അള്ളാഹു നമ്മുടെ അമലുകളെ ഖബൂലാക്കട്ടെ. മറ്റൊരു വശമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വശം എന്താണ്? കാണാൻ വിരൂപിയായ മുഖം, കണ്ടാൽ തന്നെ വെറുക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരം, സംസാരിക്കാൻ തീരത്തോന്നില്ല അറപ്പുളവാക്കുന്ന വാക്കുകൾ. നീ ആരാന്ന് ചോദിക്കും. നിന്നെ കണ്ടാൽ തന്നെ ഇടങ്ങേറാണല്ലോ എന്ന് പറയും. ഞാൻ ആരാന്നറിയോ? അന അമലുക്കൽ ഖബീസ്, നിന്റെ ദുഷ്കർമ്മങ്ങളാണ്. നിനക്ക് നന്മയേക്കാൾ മുൻതൂക്കം കൂടുതലുള്ള ദുഷ്കർമ്മങ്ങളാണ്. അതൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, സഹായികളുണ്ടായിരുന്നു. അടിച്ചു പൊടിച്ചിട്ടാണ് നീ ചെയ്തത്. ഒരു പ്രശ്നമില്ലായിരുന്നു. നാട്ടുകാർ പലരും നിന്നോട് പറഞ്ഞു, അങ്ങനൊന്നും ചെയ്യല്ല. നിങ്ങൾ ആരാത് പറയാൻ? എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, നേതാക്കളുണ്ട്, തമ്പുരാക്കന്മാരുണ്ട്, പലരും ഉണ്ട്. ഇന്ന ആരും ഒന്നും ചെയ്യൂല. ഞാൻ എന്തിവിടെ ചെയ്താലും എന്നെ മോചിപ്പിക്കാൻ ആൾക്കാരുണ്ട്. പലതും പറഞ്ഞിട്ടല്ലേ നീ ഒരുപാട് തിന്മകൾ ചെയ്തിരുന്നത്. അവരൊക്കെ സപ്പോർട്ടിങ് ഉണ്ടായിരുന്നില്ലേ? ഇന്ന് നീ ഇവിടെ വിശ്രമിച്ച് സ്വസ്ഥമായി കിടക്കരുത്. നിനക്ക് ശല്യത്തിനാണ് ഞാൻ വന്നത്. പുനരുദ്ധാരണ ദിവസം വരെ നിനക്ക് ശല്യം ചെയ്യാനാ വന്നത്, സ്വസ്ഥത നഷ്ടപ്പെടുത്താനാ വന്നത്. അതാകരുത് നമ്മുടെ ഖബർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്വാലിഹായ അമല് വന്ന് പിന്തുണയേകുന്ന, സൽക്കാരം നൽകുന്ന, സന്തോഷമേകുന്ന ഖബർ ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ. കല്ലാ സൗഫ തഅലമൂൻ, മരണം വന്നെത്തുമ്പോൾ തിരിച്ചറിയുന്ന നേരത്ത് ഈമാനോടെ പിന്തിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, ഖബർ ജീവിതത്തിലും പുനരുദ്ധാരണ ജീവിതത്തിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.